ദരിദ്രർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും ഒപ്പം ജീവിക്കാൻ പഠിച്ച വ്യക്തിയാണ് മാർപ്പാപ്പ. അദ്ദേഹം ഇപ്പോൾ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തോലിക് ചേംബറിലെ കമർലോഗോ അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും കർത്താവിൻ്റെയും അദ്ദേഹത്തിന്റെ സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് മരണവാർത്ത പങ്കുവച്ചുകൊണ്ടുള്ള കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസിന്റെ മരണം അഗാധ ദുഃഖത്തോടെ തന്നെ അറിയിക്കുന്നു. രാവിലെ 7:35 പിതാവിന്റെ ഭവനത്തിലേക്ക് അദ്ദേഹം മടങ്ങി. തൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെയും അവൻ്റെ സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചു. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടെയും ധൈര്യത്തോടെയും സാർവത്രിക സ്നേഹത്തോടെയും കൂടി നമ്മെ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് ദരിദ്രരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷത്ത് ജീവിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. കർത്താവായ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിൽ അതിയായ നന്ദിയോടെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിനെ ഏകനും അതുപോലെ തന്നെ ദ്വിത്വനുമായ ദൈവത്തിൻ്റെ അനന്തമായ കരുണമായ സ്നേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. അർജന്റീനയിൽ നിന്നുള്ള ജോർജ് മരിയോ ബെർഗോളി എന്ന ജെസ്യൂട്ട് കർദിനാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചരിത്രത്തിൻ്റെ വലിയൊരു നിയോഗമായാണ് വിലയിരുത്തപ്പെടുന്നതും. അതുപോലെ തന്നെ സമ്പത്തിനൊപ്പം തന്നെ ദരിദ്രരെയും അതുപോലെ വരിഞ്ഞു മുറുക്കുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് സഭയ്ക്കും ലോകത്തിനും ഏറെ നൽകാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെയുള്ളത്. കർദിനാളിൻ്റെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പാവപ്പെട്ടവരോടൊപ്പം തന്നെ ജീവിച്ച, അവർക്കൊപ്പം ലോക്കൽ ബസ്സുകളിൽ യാത്ര ചെയ്ത, ഭക്ഷണം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന പുതിയ മാർപ്പാപ്പയുടെ ജീവിത സാക്ഷ്യം തന്നെയാണ് ഈ വിശ്വാസത്തിൻ്റെ കാതൽ. അതേസമയം മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പേര് സ്വീകരിച്ചതിലും അതിനു പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തൻ്റെ വഴികൾ വ്യത്യസ്തമാണ് എന്ന് പുതിയ മാർപ്പാപ്പ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്തതും. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നതും. പാവങ്ങളുടെ പുണ്യവാളനെന്നറിയപ്പെടുന്ന ആസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ, അതായത് നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയിലെ ഫ്രാൻസിസ് പുണ്യാളൻ തന്നെ പേര് തിരഞ്ഞെടുത്തതിന് വലിയ അർദ്ധതലങ്ങളുമുണ്ട്. ദരിദ്രരോടും സകല ജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിലൂടെയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉന്നത കുലജാതനായിട്ട് പോലും സമ്പത്തിൻ്റെ മടിത്തട്ടിൽ അഭിരമിച്ചിട്ട് പോലും അതെല്ലാം തന്നെ ക്രിസ്തുവിനോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിച്ച് ദാരിദ്ര്യം വൃതമായെടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉടുതുണി പോലും തെരുവിലെ ദരിദ്രന് കൊടുത്ത ആളാണ്. ഇങ്ങനെയുള്ള വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് സ്വീകരിച്ച പുതിയ മാർപ്പാപ്പയ്ക്ക് ദരിദ്രരുടെ പക്ഷത്തു നിന്ന് സഭയെ മുന്നോട്ട് നയിക്കാമെന്നതാണ് വ്യക്തമാക്കിയിരുന്നത്, അല്ലെങ്കിൽ വിലയിരുത്തപ്പെട്ടതും. സമ്പത്തിലും അധികാരത്തിലും അമർന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നുപോയി എന്ന വിമർശനം, അതായത് പൂർണ്ണമായും ശരിയല്ലെങ്കിൽ പോലും കത്തോലിക്ക സഭ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ഒരു പ്രതീക്ഷ പകരുന്നത് തന്നെയായിരുന്നു. ജീവിതത്തിലെ ലാളിത്യം അദ്ദേഹം തുടരുമെന്നാണ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ശേഷമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവർത്തികളിൽ നിന്നും തെളിയുന്നത്. അതുപോലെ തന്നെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക അപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പകരം 2 മുറികൾ മാത്രമാണ് ഉപയോഗിക്കുക. മറ്റ് കർദിനാൾമാരോടൊപ്പം തന്നെയായിരുന്നു മാർപ്പാപ്പയും ഭക്ഷണം കഴിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നതെന്നും വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.